ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. പ്രസിഡന്റാകാൻ കരുനീക്കി ബി.ജെ.പി. നേതാക്കൾ. ഡൽഹിയിലെത്തി ശോഭയും കൃഷ്ണദാസും. എം.ടി. രമേശിന് അവസരമുണ്ടാകുമോ? തിരുവനന്തപുരം. പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താന് ബി.ജെ.പി. നടപടികൾ ആരംഭിക്കാനിരിക്കെ നിലവിലെ അധ്യക്ഷൻ കെ. സുരേന്ദ്രന് തുടരുമോ ഒഴിയുമോ എന്നതിൽ ചർച്ചകൾ സജീവം. 5 വർഷമായി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണ് കെ. സുരേന്ദ്രൻ. 3 വർഷമാണ് ഒരു ടൈം. കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന് കാലാവധി നീട്ടി നൽകുകയായിരുന്നു. പ്രസിഡന്റായ സുരേന്ദ്രന് മത്സരിക്കാൻ തടസ്സമില്ല. മത്സരമില്ലാതെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേര് അംഗീകരിക്കപ്പെടാനാണ് സാധ്യത. ടി.കെ. കൃഷ്ണദാസാണ് മത്സരത്തിലൂടെ അവസാനം സംസ്ഥാന അധ്യക്ഷനായത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ പേരിൽ സുരേന്ദ്രൻ തുടരുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്ഥാനം നീട്ടി നൽകാൻ സാധ്യതയുണ്ട്. ശോഭ സുരേന്ദ്രന്, ടി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ് എന്നിവരുടെ പേരുകളും ചർച്ചകളിലുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിത എത്തിയിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭ മത്സരിച്ച മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വലിയ രീതിയിൽ ഉയർന്നിരുന്നു. എന്നാൽ ശോഭയുടെ പ്രവർത്തന രീതിയോട് വിയോജിപ്പുള്ളവർ പാർട്ടിയിലുണ്ട്. ശോഭ സുരേന്ദ്രൻ ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു. ടി.കെ. കൃഷ്ണദാസും എൻ. രാധാകൃഷ്ണനും ഒരുമിച്ചെത്തിയാണ് കേന്ദ്ര നേതാക്കളെ കണ്ടത്. നേതൃമാറ്റം വേണമെന്ന് സുരേന്ദ്രനെ എതിർക്കുന്നവർ ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട്. എം.ടി. രമേശിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് സുരേന്ദ്രനെ എതിർക്കുന്നവർ ആവശ്യപ്പെടുന്നത്. കൃഷ്ണദാസ് വിഭാഗവും എം.ടി. രമേശ് വരുന്നതിന് അനുകൂലമാണ്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് കേരളത്തിലെ പ്രസിഡന്റിന്റെയും ദേശീയ കൗൺസിൽ അംഗങ്ങളെയും കണ്ടെത്തേണ്ട ചുമതല. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് നേതാക്കൾ പറയുന്നു. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടത് ദേശീയ കൗൺസിൽ അംഗങ്ങളാണ്. കേരളത്തിൽ നിന്ന് 36 പേരുണ്ട്. മണ്ഡലം പ്രസിഡന്റുമാരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രാദേശിക നേതാക്കളുമായി സംസാരിച്ച് സമവായ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. 10-നകം നടപടികൾ പൂർത്തിയാക്കും. 20-നകം പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിലും തീരുമാനത്തിലെത്തും. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ല. ആദ്യം പഞ്ചായത്തിൽ ജയിക്കണം, പിന്നെ നിയമസഭയിൽ ജയിക്കണം. കോഴിക്കോട്. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ. മുസ്ലിം ലീഗും എൻ.എസ്.എസ്. ജനറൽ സെക്രട്ടറിയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി സംസാരിച്ചതിനെ സംബന്ധിച്ചായിരുന്നു കെ. മുരളീധരന്റെ പരോക്ഷ പ്രതികരണം. ആദ്യം പഞ്ചായത്തിൽ ജയിക്കണം, പിന്നെ നിയമസഭയിൽ ജയിക്കണം. അതിനുശേഷമേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കൂ. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ല. അതിന് കോൺഗ്രസിന് ചിട്ടവട്ടങ്ങളുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ അഭിപ്രായം നോക്കണം. ഡൽഹിയിൽ നിന്നുള്ള അഭിപ്രായം അറിയണം. ഖർഗെയും രാഹുൽ ഗാന്ധിയും ഉള്ളപ്പോൾ ഇക്കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി യു.ഡി.എഫിൽ തർക്കമുണ്ടാകില്ല. സമുദായങ്ങൾ കോൺഗ്രസിന് സ്വീകരിക്കുന്നത് നല്ല കാര്യമാണ്, കെ. മുരളീധരൻ പറഞ്ഞു. മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ. പുസ്തകം നൽകി ജയരാജൻ. പെരിയ കേസ് പ്രതികളെ കണ്ണൂർ ജയിലിലെത്തിച്ചു. കണ്ണൂർ. പെരിയ ഇരട്ടക്കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. സി.പി.എം. സംസ്ഥാന സമിതി അംഗം പി. ജയരാജന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ ഉദുമ മുൻ എം.എൽ.എ. കെ. വി. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെ അഭിവാദ്യം ചെയ്തു. ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിലാണ് ഇവിടെ എത്തിയത് എന്നാണ് ജയരാജൻ പറഞ്ഞത്. കെ. വി. കുഞ്ഞിരാമൻ, മണികണ്ഠൻ ഉൾപ്പെടെ 5 സഖാക്കളെ ജയിലിനുള്ളിൽ കണ്ടതായി ജയരാജൻ പിന്നീട് പറഞ്ഞു. അവർക്ക് ജയിലിൽ വായിക്കാൻ എന്റെ ഒരു പുസ്തകം നൽകി. ജയിൽ ജീവിതം കമ്മ്യൂണിസ്റ്റുകാർക്ക് വായിക്കാനുള്ളതാണ്. ജയിൽ കാണിച്ച കമ്മ്യൂണിസ്റ്റുകാരെ വിരട്ടാൻ സാധിക്കില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കണമെന്നാണ് സി.പി.എം. ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിലപ്പുറം ചില ആക്രമണങ്ങൾ നടക്കുന്നു. വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷ വിരുദ്ധ ജ്വരമാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പൊടിസിനിക് പരോൾ കിട്ടിയപ്പോൾ മാധ്യമങ്ങൾ വിമർശിച്ചു. ജയരാജൻ പറഞ്ഞു. പാർട്ടി തള്ളിപ്പറഞ്ഞവരെ കാണാൻ ജയിലിൽ വന്നത് ശരിയാണോ എന്ന ചോദ്യത്തിനു കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ജയരാജന്റെ മറുപടി. കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന സ്വന്തം പുസ്തകവുമായാണ് ജയരാജൻ ജയിലിൽ പ്രവേശിച്ചത്. വിയൂരിൽ നിന്ന് പീതാംബരൻ ഉൾപ്പെടെ 9 പേരെ എത്തിച്ച് ഏതാണ്ട് 1 മണിക്കൂറിനു ശേഷമാണ് കാക്കനാട് ജയിലിൽ നിന്ന് ബാക്കിയുള്ള പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ചത്. പ്രതിഭാഗത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കണ്ണൂരിലേക്കുള്ള ജയിൽ മാറ്റം. അപകടം കൈവരിയിലിരുന്ന് ഷഹാന ഫോൺ ചെയ്യുന്നതിനിടെ ജിപ്സം ബോർഡ് തകർത്ത് താഴേക്ക്. കേസെടുത്തു. കൊച്ചി. പറവൂർ ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കണ്ണൂർ ഇരിക്കൂർ പെരുവിലത്തുപറമ്പ് നൂർ മഹലിൽ മജീദിന്റെയും സറീനയുടെയും മകൾ ഫാത്തിമത്ത് ഷഹാന, 21, ആണ് മരിച്ചത്. കോറിഡോറിനും ചുമരിനുമിടയിലുള്ള വിടവിലൂടെ ഷഹാന അബദ്ധത്തിൽ താഴേക്ക് വീണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കോറിഡോറിൽ ഇരുമ്പ് കൈവരികളുണ്ട്. ഇതിന് സമീപത്ത് ഫയർ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ച സ്ഥലം ജിപ്സം ബോർഡ് കൊണ്ടാണ് മറച്ചിരുന്നത്. 5ാം നിലയിൽ താമസിച്ചിരുന്ന ഷഹാന 7ാം നിലയിലെ കൈവരിക്കു മുകളിൽ ഇരുന്ന് ഫോൺ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി താഴെ വീഴുകയായിരുന്നെന്ന് പോലീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ജിപ്സം ബോർഡ് തകർത്താണ് ഷഹാന താഴേക്ക് വീണത്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ കോറിഡോറിൽ വെച്ച് ശനിയാഴ്ച രാത്രി 11:05-നാണ് അപകടമുണ്ടായത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരിച്ചു. മറ്റു കുട്ടികളും സംഭവം നടക്കുമ്പോൾ ഇവിടെയുണ്ടായിരുന്നു.
ഫോണിൽ സംസാരിക്കുന്നതിനിടെ താഴെ പോയ ഹെഡ്സെറ്റ് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഷഹാന കാൽവഴുതി വീണതാണെന്നാണ് കൂട്ടുകാരികൾ പറയുന്നത്. സംഭവത്തിൽ സുരക്ഷ വീഴ്ച ഉണ്ടായോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോളേജ് ഹോസ്റ്റലിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. നീ കത്തെഴുത് രഞ്ജിനിയോട് രാജേഷ് പൂർത്തിയാക്കും മുമ്പേ കഴുത്തിൽ കുത്തി സുഹൃത്തിനെ രക്ഷിക്കാൻ അരുകൊല. കൊല്ലം അഞ്ചൽ സ്വദേശിനി രഞ്ജിനിയെയും ഇരട്ടക്കുട്ടികളെയും കണ്ണൂർ ശ്രീകണ്ഠാപുരത്തിനു സമീപം കൈതപ്രം പുതുശ്ശേരി വീട്ടിൽ രാജേഷ് 47 കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. രഞ്ജിനിയുടെ കഴുത്തിലും നെഞ്ചിലും പലതവണ കുത്തി. കുട്ടികളുടെ കഴുത്തറുത്തു. കൂട്ടുകാരനായ അഞ്ചൽ അലയമൻ ചന്ദ്രവിലാസത്തിൽ ദിവിൽ കുമാറിനെ 40 രക്ഷിക്കാനായിരുന്നു കൊലപാതകം. കുഞ്ഞുങ്ങളുടെ പിതൃത്വത്തെ ചൊല്ലി ദിവിൽകുമാറുമായുള്ള രഞ്ജിനിയുടെ കേസ് വനിതാ കമ്മീഷന്റെ പരിഗണനയിലായിരുന്നു. ബന്ധം ഒഴിവാക്കാനായിരുന്നു കൊലപാതകം. അതിക്രൂരമായ കൊലപാതകമായിരുന്നെന്ന് അന്ന് കേസ് അന്വേഷിച്ച SP A ഷാനവാസ പറഞ്ഞു. പട്ടാള ക്യാമ്പിൽ വെച്ചാണ് രാജേഷും ദിവിലും പരിചയപ്പെടുന്നത്. ഇരുവരും വലിയ സൗഹൃദത്തിലായി. ദിവിലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് രാജേഷ് ഉറപ്പു നൽകി. രാജേഷ് നാട്ടിലെത്തി രഞ്ജിനിയുടെ കുടുംബവുമായി അടുപ്പം സ്ഥാപിച്ചു. ദിവിൽ കുമാറുമായുള്ള ബന്ധം മറച്ചുവെച്ച് അയാളെ കണ്ടെത്തി നൽകാമെന്ന് രഞ്ജിനിക്ക് ഉറപ്പു നൽകി. ദിവിൽ കുമാറിന്റെ വീടിന് അടുത്താണ് രഞ്ജിനി താമസിച്ചിരുന്നത്. രാജേഷ് രഞ്ജിനിയെയും അമ്മയെയും 6 കിലോമീറ്റർ അകലെയുള്ള വാടക വീട്ടിലേക്ക് മാറ്റി. കൊലപാതകം നടത്താനായിരുന്നു വീട് മാറ്. കൊലപാതകം നടന്ന ദിവസം രഞ്ജിനിയുടെ വീട്ടിലെത്തിയ ദിവിൽ അമ്മയെ പുറത്തേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം രഞ്ജിനിയോട് സംസാരിച്ചു. ദിവിലിനെ കണ്ടെത്തി നൽകാമെന്ന് ഉറപ്പു നൽകി. നീ പട്ടാള അധികാരികൾക്ക് നൽകാൻ കത്തെഴുത്, ഞാനത് ഹിന്ദിയിലാക്കി അയക്കാം എന്ന് രാജേഷ് പറഞ്ഞതനുസരിച്ച് രഞ്ജിനി കത്തെഴുതി തുടങ്ങി. പൂർത്തിയാകുന്നതിന് മുമ്പ് രാജേഷ് രഞ്ജിനിയുടെ കഴുത്തിൽ കുത്തി. പിന്നീട് നെഞ്ചിലും കുത്തി. രഞ്ജിനി മരിച്ചു എന്നുറപ്പാക്കിയ ശേഷം കട്ടിലിൽ കിടക്കുകയായിരുന്ന 2 കുട്ടികളുടെയും കഴുത്തറുത്തു. അമ്മ തിരികെ എത്തിയപ്പോഴാണ് വീടിന് വലതുഭാഗത്തെ മുറിയിൽ മൃതദേഹങ്ങൾ കണ്ടത്. പോലീസ് എത്തുമ്പോൾ മുറി നിറയെ രക്തമായിരുന്നു. കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ രഞ്ജിനിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നതായാണ് രാജേഷ് പോലീസിന് മൊഴി നൽകിയത്. ദിവിലുമായുള്ള ബന്ധം ഒഴിയാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇതിനായി 2 മാസത്തെ ആസൂത്രണം നടത്തി. രാജേഷ് കൊലപാതകം നടത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാജേഷ് വീട്ടിലേക്ക് വന്ന ബൈക്കും കണ്ടെത്താനുണ്ട്. കൊല്ലത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം, ഒളിവിൽ പോയ ദമ്പതികൾ ആലപ്പുഴയിൽ നിന്ന് അറസ്റ്റിൽ. കൊല്ലം കുന്നത്തൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ ദമ്പതികൾ അറസ്റ്റിൽ. കുന്നത്തൂർ പടിഞ്ഞാറ് തിരുവാതിരയിൽ ഗീതു, ഭർത്താവ് സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കൊല്ലം സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്ന് മൊബൈൽ ഫോൺ ഓഫാക്കിയ ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ ബന്ധുവീടുകളിലും ഇവർ പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം ശാസ്താംകോട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് SHO KB മനോജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു. കുന്നത്തൂർ പടിഞ്ഞാറ് ഗോപി വിലാസം, ശിവരഞ്ജിനി, ഗോപുവിന്റെയും രഞ്ജിനിയുടെയും മകനും നെടിയവിള VGSS തമ്പിക്കോതയം HSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആദികൃഷ്ണനെ 15 ഡിസംബർ 1 ഉച്ചക്കാണ് വീടിനുള്ളിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയത്ത് ഭിന്നശേഷിക്കാരനായ ഇളയ സഹോദരൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വിദ്യാർത്ഥിയായ മകൾക്കു സമൂഹമാധ്യമത്തിലൂടെ സന്ദേശം അയച്ചെന്ന പേരിൽ ദമ്പതികൾ ആദികൃഷ്ണനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ ശേഷം മർദ്ദിച്ചിരുന്നു. മുഖത്ത് നീരും ചെവിയിൽ നിന്ന് രക്തസ്രാവവും ഉണ്ടായി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുന്നതിനിടെയാണ് കുട്ടി ജീവനൊടുക്കിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ പോലീസ് കാത്തിരിക്കുകയാണെന്ന് പരാതി ഉയർന്നിരുന്നു. രോഗിയായ പിതാവും ഭിന്നശേഷിക്കാരനായ സഹോദരനും ഉൾപ്പെടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ ആകെയുള്ള പ്രതീക്ഷയായിരുന്നു ആദികൃഷ്ണൻ. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുമിടുക്കനായിരുന്നു ആദികൃഷ്ണൻ. അവിവാഹിതരായ ദമ്പതികൾക്ക് ഇനി ഓയോയിലെ മുറിയില്ല, ബുക്ക് ചെയ്യുമ്പോൾ രേഖ ഹാജരാക്കണം. ന്യൂഡൽഹി: അവിവാഹിതരായ ദമ്പതികൾക്ക് ഇനി ഓയോയിലെ മുറിയില്ല. പാർട്ട്നർ ഹോട്ടലുകൾക്ക് വേണ്ടി അവതരിപ്പിച്ച പുതിയ ചെക്ക്-ഇൻ നയങ്ങളിലാണ് ട്രാവൽ ബുക്കിംഗ് സേവനമായ ഓയോ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പുതിയ നയപ്രകാരം ഇനി അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ ഓയോയിൽ ചെക്ക്-ഇൻ ചെയ്യാൻ അനുവദിക്കില്ല. ഈ വർഷം മുതൽ പുതിയ നിരേശങ്ങൾ പ്രാബല്യത്തിൽ വരും. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് മാറ്റങ്ങൾ ആദ്യം നടപ്പാക്കുക. ഓയോയിൽ മുറിയെടുക്കുന്ന ദമ്പതികൾ അവരുടെ ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ ചെക്കിന് സമയത്ത് ഹാജരാക്കണം. ഓൺലൈൻ ബുക്കിംഗിനും ഇത് ബാധകമായിരിക്കും. ദമ്പതികൾക്ക് ബുക്കിംഗ് നിരസിക്കാനുള്ള വിവേചനാധികാരം പാർട്ട്നർ ഹോട്ടലുകൾക്ക് നൽകിയിട്ടുണ്ടെന്നും ഓയോ അറിയിച്ചു. ഓയോ ഹോട്ടലുകളിലെ അവിവാഹിതരായ ദമ്പതികളെ ചെക്ക്-ഇൻ ചെയ്യാൻ അനുവദിക്കരുതെന്ന് ആവശ്യമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മീററ്റ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വിവിധ സാമൂഹിക സംഘടനകൾ രംഗത്തെത്തിയിരുന്നുവെന്നും ഓയോ വ്യക്തമാക്കുന്നു. സുരക്ഷിതവും ഉത്തരവാദിത്തമുള്ളതുമായ ആതിഥ്യ മര്യാദകൾ ഉയർത്തിപ്പിടിക്കാൻ ഓയോ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഓയോയുടെ ഉത്തരേന്ത്യയിലെ റീജിയൻ ഹെഡ് ഫവാസ് ശർമ്മ പറഞ്ഞു. വ്യക്തിസ്വാതന്ത്ര്യത്തെ ഞങ്ങൾ മാനിക്കുമ്പോൾ തന്നെ നിയമപാലകരോടും സമൂഹത്തോടുമൊപ്പം പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തവും തിരിച്ചറിയുന്നുവെന്നും ഓയോ പറയുന്നു. സ്വകാര്യ ബസ്സിലെ ജോലിക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കി.
കണ്ണൂർ സ്വകാര്യ ബസുകൾക്ക് കർശന മാർഗനിർദ്ദേശങ്ങളുമായി ഗതാഗത വകുപ്പ്. ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. നിർദ്ദേശങ്ങൾ ഇങ്ങനെ: സ്വകാര്യ ബസിലെ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ എന്നിവർ ക്രിമിനൽ കേസിൽ പ്രതിയില്ലെന്നും സാമൂഹ്യവിരുദ്ധരില്ലെന്നും ഉറപ്പാക്കുന്നതിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും. ടിക്കറ്റ് കൊടുക്കാതെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസുകൾ പിടിച്ചെടുത്ത് പെർമിറ്റ് റദ്ദാക്കും. സ്വകാര്യ ബസുകൾ മുഖേനയുണ്ടാകുന്ന അപകടങ്ങളിൽ മാരകമായ പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടാണോ എന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ ലൈസൻസ് 6 മാസം സസ്പെൻഡ് ചെയ്യും. കൂടാതെ വാഹനത്തിന്റെ പെർമിറ്റ് 6 മാസത്തേക്ക് റദ്ദാക്കാനുള്ള ശുപാർശ RTA മീറ്റിംഗിൽ നൽകി നടപടിയെടുക്കുകയും വേണം. യാത്രക്കാരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും നല്ല രീതിയിൽ പെരുമാറുന്നതിനും വാഹനത്തിന്റെ ഡോർ അടച്ച് സർവീസ് നടത്തുന്നതിനും ബസ് ജീവനക്കാർക്ക് ട്രെയിനിംഗ് നൽകണം. കൂടാതെ എല്ലാ സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൽ ഘട്ടംഘട്ടമായി പരിശീലനം നൽകണം. ബസിന്റെ പിറകിലെ വാഹന ഉടമയുടെ ഫോൺ നമ്പറും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നമ്പറും വ്യത്യസ്ത കളറുകളിൽ രേഖപ്പെടുത്തണം. ബസിനെക്കുറിച്ചുള്ള പരാതികൾ ഈ നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ബസ് സ്റ്റാൻഡുകളിൽ ടൂറിസ്റ്റ് ബസുകൾ പാർക്ക് ചെയ്താൽ കർശന നടപടിയെടുക്കും. മണിയുടെ കുടുംബത്തിന് സഹായങ്ങൾ ചെയ്തു നൽകണം. വൈകാതെ കാണാനെത്തും. DFOയെ ഫോണിൽ വിളിച്ച് പ്രിയങ്ക. മലപ്പുറം കരുളായി നെടുങ്കയത്ത് പൂച്ചപ്പാറ നഗര കോളനിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ നിലമ്പൂര് DFOയെ ഫോണിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കി പ്രിയങ്ക ഗാന്ധി MP. കുടുംബത്തിന് വേണ്ട സഹായം ചെയ്തു നൽകണമെന്ന് പ്രിയങ്ക സൗത്ത് DFO ധനിക് ലാലിന് ഫോണിലൂടെ അറിയിച്ചു. വൈകാതെ കുടുംബത്തെ കാണാൻ എത്തുമെന്നും പ്രിയങ്ക പറഞ്ഞു. പൂച്ചപ്പാറയിലേക്ക് പോകുന്നതിനിടെ ഇന്നലെ രാത്രി 7 മണിക്കാണ് മണിയെ കാട്ടാന ആക്രമിച്ചത്. 9:30-നാണ് വനപാലകർക്ക് സംഭവത്തിന്റെ വിവരം ലഭിച്ചത്. മണിയുടെ തലയ്ക്ക് ഗുരുതര പരിക്കുണ്ടായിരുന്നു. രക്തം വാർന്ന നിലയിലാണ് ജീപ്പിൽ ചെറുപുഴയിൽ എത്തിച്ചത്. അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വനപ്രദേശമായ മാഞ്ചേരി വട്ടികല്ല് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ OIT രക്ഷപ്പെട്ടു. പ്രാക് ഗോത്ര വിഭാഗമായ ചോളനാക്കാര് വിഭാഗത്തിൽപ്പെട്ടയാളാണ് മണി. ക്രിസ്മസ് അവധി കഴിഞ്ഞ് മകള് മീനയെ പട്ടികവർഗ വികസന വകുപ്പിന്റെ പാലേമാട് ഹോസ്റ്റലിലാക്കി മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. കാർത്തിക്, കുട്ടിവീരന് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ചിപ്പിലിത്തോട് ആരാധനാ കേന്ദ്രങ്ങളിൽ വ്യാപക മോഷണം. കോടഞ്ചേരി ചിപ്പിലിത്തോട് അങ്ങാടിയിലെ ആരാധനാലയങ്ങളിൽ കഴിഞ്ഞ രാത്രി വ്യാപക മോഷണം. തുഷാരഗിരി റോഡിൽ ചിപ്പിലിത്തോട് അങ്ങാടിയിലെ ഒരു കുരിശുപള്ളിയിലും 3 കുരിശടിയിലും അയ്യപ്പ ഭജനമഠത്തിലുമാണ് മോഷണം നടന്നത്. ഇവിടുത്തെ ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്ത് നേർച്ച പണം അപഹരിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. ഒരു കുരിശടിയുടെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തിട്ടുണ്ടെങ്കിലും ചില്ലറ തുട്ടുകളും നോട്ടുകളും ഇതിലെ നിരത്തിയിട്ട നിലയിലാണ്. പരാതിയെ തുടർന്ന് കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ SIP പ്രകാശിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാഞ്ഞിരപ്പാറ സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവക തിരുനാളിന് കൊടിയേറി. കോടഞ്ചേരി കാഞ്ഞിരപ്പാറ സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവക തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ് കർമ്മം ഇടവക വികാരി ഫാദർ സ്കറിയ ഈന്തലാങ്കുഴി നിർവഹിച്ചു. ഫാദർ ബാബു കൊമരൻകുടി സന്നിഹിതനായിരുന്നു. ജനുവരി 5, 6, 7 തീയതികളിലാണ് തിരുനാൾ. ഇന്ന് വൈകിട്ട് 6:30-ന് തോട്ടുമൂഴി കുരിശടിയിൽ സന്ധ്യാപ്രാർത്ഥന പ്രസംഗം ഫാദർ ബിനോ ഫിലിപ്പ് മൂഴിപ്പറമ്പിൽ. 6 ജനുവരി 25 തിങ്കൾ രാവിലെ 7-ന് പ്രഭാത പ്രാർത്ഥന. 8:45-ന് വിശുദ്ധ കുർബാന. വൈകിട്ട് 5:45-ന് അഭിവന്ദ്യ പൗലോസ് മാർ ഐറേനിയൂസ് മെത്രാപ്പോലിത്ത സ്വീകരണം. തുടർന്ന് പുതുതായി നിർമ്മിച്ച കുരിശടിയുടെ പൂദാശ. 6:30-ന് സന്ധ്യാപ്രാർത്ഥന. 7:45-ന് പ്രദക്ഷിണം മുറും പാത്തി പന്തലിലേക്ക്. 9-ന് റിതം മ്യൂസിക്കൽ ലൈറ്റ്. 7 ജനുവരി 25 ചൊവ്വ രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥന. 8:30-ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന അഭിവന്ദ്യ മെത്രാപ്പോലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ. 9:30-ന് മധ്യസ്ഥ പ്രാർത്ഥന. 10:15-ന് പ്രസംഗം. 10:45-ന് പ്രദക്ഷിണം പള്ളിക്കു ചുറ്റും. 11-ന് ആശീർവാദം. 11:15-ന് നേർച്ച ഭക്ഷണം. 12-ന് കൊടിയിറക്ക്. കോടഞ്ചേരി കണ്ണോത്ത് തുറവത്തിൽ പരേതനായ മാത്യുവിന്റെ ഭാര്യ ത്രേസ്യാമ്മ 82 നിര്യാതയായി. സംസ്കാരം നാളെ 6 ജനുവരി 25 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണോത്ത് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ. മക്കൾ ബേബി, മേഴ്സി, പൗലോസ്, കുട്ടായി, ബാബു, വിൻസി, സിസ്റ്റർ ബീന MSMI. മരുമക്കൾ ബിന്ദു തേക്കനനിരപ്പേൽ, നീർവാരം ജോസ്, നരിക്കുഴിയിൽ, കോണൂർക്കണ്ടി ബിന്ദു, പനക്കവേലിൽ, കൂരാച്ചുണ്ട് ബിന്ദു, തയ്യിൽ, കോടഞ്ചേരി GG മുതുപ്ലാക്കിൽ, കൂരാച്ചുണ്ട്. കോടഞ്ചേരി ശാന്തിനഗർ നെല്ലിക്കുന്നേൽ NC ജോസഫ് 87 നിര്യാതനായി. സംസ്കാരം ഇന്ന് 5 ജനുവരി 25 വൈകിട്ട് 5:45-ന് ഭവനത്തിൽ ആരംഭിച്ച് കോടഞ്ചേരി സെന്റ് മേരീസ് കൊറോണ ദേവാലയ സിമിത്തേരിയിൽ നടന്നു. ഭാര്യ മറിയക്കുട്ടി കുപ്പായക്കോട് തച്ചിയത്ത് കുടുംബാംഗം. മക്കൾ ജെയിംസ്, ഗ്രേസി, ഷാജു, ഡെയ്സി. മരുമക്കൾ സെലീന പനന്താനത്ത്, നെല്ലിപ്പോയിൽ, തോമസ് കുട്ടി ആലപ്പാട്ട്, കൊയിലോജാൽ, ബിൻസി പേഴുങ്കാട്ടിൽ,
കൂടരഞ്ഞി വിൽസൺ പാട്ടത്തിൽ മുറമ്പാത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.